ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 4-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. നമ്മൾ പലരുടെയും ചിന്താഗതിയും നാം പഠിച്ചു വെച്ചിരിക്കുന്നതും നമ്മുടെ സന്തോഷം നമ്മെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പരിധിവരെ ശരിയാണ്. എങ്കിലും കുറച്ചുകൂടി ഉന്നതമായ ഒരു ചിന്ത തിരുവചനം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നമുക്ക് ആര് നന്മ കാണിക്കും എന്ന ആശങ്ക പലപ്പോഴും നമുക്കുണ്ടാകാം. മറ്റുള്ളവർ നമ്മുടെ മാനത്തെ നിന്ദയാക്കുന്ന പരിഭവം ഉണ്ടാകാം. മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ നമുക്ക് ചെറിയ വിഷമങ്ങൾ തോന്നിയേക്കാം. ധാന്യവും വീഞ്ഞും അവർക്ക് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നതിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനും കിടന്നുറങ്ങുവാനും നമുക്ക് സാധിക്കും എന്ന് 4-ാം സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതിന് കാരണം 6-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് തന്നെയാണ്: യഹോവയുടെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അപ്രകാരം പ്രാർത്ഥിക്കുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാം വാക്യത്തിലും പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്: യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം ലഭിക്കേണ്ടതിന് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും. ആര് നമ്മളോട് നന്മ കാണിച്ചില്ലെങ്കിലും, നല്ല ഒരു പുഞ്ചിരി പോലും നമുക്ക് നൽകിയില്ലെങ്കിലും, നമുക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകുവാൻ ദൈവത്തിന് സാധ്യമായി തീരും. അതുകൊണ്ട് തന്നെയാണ് മോശയോട് യഹോവ പറയുന്നത്, ഇസ്രായേൽ ജനത്തോട് പറയുവാനായിട്ട്, അവരെ അനുഗ്രഹിക്കുവാനായിട്ട് പറയേണ്ടത് ഇപ്രകാരമാണ്: യഹോവയുടെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കുമ്പോൾ നിങ്ങൾക്ക് കൃപ ലഭിക്കും, നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ദൈവത്തിൻ്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിക്കുകയും സന്തോഷവും സമാധാനവും ലഭിക്കുവാനും ഇടയാകുകയും ചെയ്യുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.